ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി കുറേ സാധനങ്ങൾ കുറേ പേജസ് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലത്തെ ഒരു എന്താ പറയുക, ഡൂഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം കണ്ടിന്യൂസ്ലി മെസ്സേജസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി മെൻഷൻസ് വരുന്നുണ്ട്. വീഡിയോസിൻ്റെ താഴെ മുന്നേയും ലൈക്ക് ഡൂഡ് അതിനകത്ത് പോയതിന് ശേഷം, ബിഗ് ബോസ് ഹൗസിനകത്ത് പോയതിന് ശേഷം എനിക്ക് എപ്പോഴും ഞാൻ എന്താ പറയുക, തെറിവിളി കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് ഡൂഡിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഡൂഡായതുകൊണ്ടല്ലേ, ഡൂഡിക്കൊന്നും പറയാനില്ലേ ഡൂഡിനെ കുറിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറേ പേജുകൾ മെൻഷൻ ചെയ്തിട്ട് എന്തുകൊണ്ട് വായടച്ചിരിക്കുന്നു, ആനയാണ് ചേനയാണ് മാങ്ങയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ മാത്രം ഇങ്ങനെ കോളുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതിനേക്കാളും വലിയ വെറുപ്പിക്കൽ വേറെ ഇല്ല താനും. കാരണം ഞാൻ ഒറ്റ സ്ട്രക്ചറിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് മൈൻഡ് ഡൈവേർട്ട് ആകുമ്പോൾ സാധനം പോയി പോകും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബാക്ക് ടു ദ കോണ്ടന്റ്. അപ്പം കുറേ പേര് എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കും, മെൻഷൻ ചെയ്യും ഇതുപോലെ സ്റ്റോറിയിൽ, എന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സാധനം. അപ്പം ഞാൻ എല്ലാത്തിലും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡൂഡ് ഓൾറെഡി ആ ഒരു വീട്ടിനകത്താണുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. വരട്ടെ, അപ്പം ആ ഒരു വോയിസ് പിന്നെ റെക്കോർഡ് പുറത്ത് വന്നതിൻ്റെ കാര്യമായിട്ട്, അപ്പം അതിൻ്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കേണ്ടത് ഡൂഡാണ്. വന്നു കഴിഞ്ഞതിന് ശേഷം ഡൂഡ് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ കുറേ ആൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ കുറച്ച് സംസാരിക്കണം എന്നെനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വോയിസിൻ്റെ കാര്യം, വോയിസ് അങ്ങനെ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂഡും ജാഫറങ്കിളും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉള്ള ഒരു കോൺഫറൻസ് കോളിൻ്റെ ഒരു ഭാഗം വിവി ഹിയർ എന്ന് പറഞ്ഞുള്ള ചാനലത് വിവി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവിടെ കഴിഞ്ഞ കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ഈ ഒരു വോയിസ് ഞാൻ കേട്ട സമയത്ത് ഞാൻ സ്പോട്ടിൽ സ്നേഹിച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്ത്? അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം അറിയില്ല. പിന്നെ ഡൂഡ് അങ്ങനെ സംസാരിക്കാൻ ഉള്ള സാധ്യത തീരെ ഇല്ല താനും. കാരണം അതിൻ്റെ ഒരു ആവശ്യം ഡൂഡിനില്ല എന്നുള്ള രീതിയിലാണ് സ്നേഹിച്ച് എന്നോട് പറഞ്ഞത്. ബിക്കോസ് ഡൂഡ് അതിനകത്ത് പോകുന്നത് ഡൂഡിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അതിനകത്തുള്ള ഒരു പ്രസ്തുത കണ്ടസ്റ്റൻറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെയാണ് സ്നേഹിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു വോയിസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു വോയിസ് ഉണ്ട് അങ്ങനെ. അപ്പം അത് അപ്പം നിങ്ങൾ ഇപ്പം വെല്ലുവിളിച്ചിട്ട് ഇപ്പം അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂഡിനെ അത് ബാധിക്കില്ലേ, അല്ലെങ്കിൽ ഡൂഡിൻ്റെ ക്രെഡിബിലിറ്റീനെ ബാധിക്കില്ലേ, ഡൂഡ് ഇത്രയും ദിവസം ചെയ്ത വീഡിയോസിൽ ഉണ്ടായിരുന്ന നിലപാടുകളെ ബാധിക്കില്ലേ? അപ്പം സ്നേഹിച്ച് പറഞ്ഞില്ല, അത് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാരണം ചിലപ്പം ഇങ്ങനെ സ്നേഹിച്ച് പറഞ്ഞ കാരണം ഇതായിരിക്കാം, ആ ഒരു വോയിസ് റെക്കോർഡിൻ്റെ അകത്ത് ആകെ എന്താ പറയുന്നുള്ളത്, ഞാൻ നോക്കാം, ഞാൻ പറയാം, ആ ഒരു സാധനമാണ് പറയുന്നത്. അത് വലിയ എഫക്റ്റ് ആവില്ല എന്ന് സ്നേഹിച്ച് ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവും. എന്താ കൂടി കൊല്ലാനൊന്നും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ജയിലിലൊന്നും ഇടുവൊന്നുമില്ലല്ലോ. ഇപ്പം ആ പറയുന്ന വ്യക്തിൻ്റെ ജാഫറങ്കിളിനോട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് ജയിലിൽ അങ്ങനെയുള്ള തോട്ടായിരിക്കാം സ്നേഹിച്ചിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹിച്ചിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാധനമുണ്ട്, വിവി അത് ഇടും എന്ന് പറഞ്ഞതാണല്ലോ എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ എന്നിട്ട് ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ സ്നേഹേശി പറഞ്ഞു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ചോദിച്ചത് ആക്ച്വലി ഇങ്ങനെയായിരുന്നു, കാരണം ഐ നോ ദം വെരി വെൽ എന്ന് ഞാൻ പറയുന്നില്ല, ഐ നോ ദം, എനിക്ക് അറിയാം. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ നോർമലി എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്, മോസ്റ്റ് ഓഫ് ദി ടൈം ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു കോൾ ഒരു 43 മിനിറ്റൊക്കെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ് ആയിട്ടും ഇവർ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഉണ്ടാവണം എന്നുള്ളൊരു സാധനം ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൂഡ് ഇത്രയും കാലം ചെയ്ത ഒരു സാധനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീസൺ 6ൻ്റെ റിവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വെറുതെ ആവില്ലേ, വെള്ളത്തിൽ വിട്ട വളിയാവില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അപ്പോൾ സ്നേഹിച്ച് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇട്ടോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഈ പറയുന്ന വെല്ലുവിളിച്ച്, കാരണം സ്നേഹിച്ച് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇടട്ടെ,
പിന്നെ ജാസ്മിൻ നമ്മളെ കുടുംബക്കാരോ ഡൂഡിൻ്റെ അമ്മാവൻ്റെ മോളോ മാമൻ്റെ മോളോ അല്ലെങ്കിൽ ജാസ്മിൻ ഡൂഡിൻ്റെ മകളോ ഒന്നും അല്ല എന്നുള്ളത്. അപ്പം ഇപ്പം ചിലപ്പം അവിടെ പോയി പറഞ്ഞ സ്ഥിതിക്ക് മകളായിട്ടുണ്ടാവും, എനിക്കറിയില്ല. മാമൻ്റെ മക്കളും ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഫാമിലി അവരെ ബന്ധങ്ങൾ എനിക്കറിയില്ല. ഇവരെ ഡൂഡിൻ്റെ അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഫ്രണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവരെ മാമൻ്റെ മക്കളാണ്, അതൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നമുക്ക് കുടുംബപരമായിട്ട് അറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. ഇപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ മാമൻ്റെ മക്കളാണെന്നുള്ളത്, അല്ലെങ്കിൽ കുടുംബക്കാരാണെന്നുള്ളത്. അല്ലാത്ത പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇത് എൻ്റെ ഒരു സൈഡ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം സ്നേഹ ചേച്ചി ഓൾറെഡി ആ ഒരു കോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് ഞാൻ അടക്കമുള്ള എത്ര പേർക്ക് അത് മുന്നേ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും വിശ്വാസമുള്ള കംഫർട്ട് സോണിലുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലെന്തായാലും ഒഴിവായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ കാരണം ഞാൻ സ്പോട്ടിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തൊരു സാധനം ഉണ്ട്, പിന്നെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ വെല്ലുവിളിച്ച സാധനം ഉണ്ട്, അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡൂഡിനെ അത് ബാധിക്കില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഇത് അത് ഓക്കെ. അപ്പം ആ ഒരു കംഫർട്ട് സോണിലോ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരിക്കാം. അതിപ്പോൾ അതിൽ വിഷയമുള്ള കാര്യമൊന്നുമല്ല. കാരണം എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിച്ചോളണം എന്നൊന്നുമില്ല. ആരെയും വിശ്വസിക്കേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിഴലിനെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ സ്നേഹിച്ച് പറയുന്നതിലും ചെയ്തതിലും ഒരു തെറ്റുമില്ല. നമ്മളിപ്പം ആകെ 5 വർഷമോ അങ്ങനെ ഒരു പരിചയവും കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു 5 വർഷത്തെ പരിചയം വെച്ചിട്ട് കംഫർട്ട് സോൺ ആവണമെന്നില്ല. 10, 15 അല്ലെങ്കിൽ 20 വർഷമെങ്കിലും പരിചയം എന്തായാലും വേണം കംഫർട്ട് സോണൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് എവർ. ഇതിപ്പം സ്നേഹ ചേച്ചിക്ക് ആ ഒരു സാധനം അറിയില്ലായിരുന്നുവെങ്കിൽ, എന്നാൽ ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ സ്നേഹ ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ആ വീഡിയോക്ക് ഒരു അർത്ഥം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിക്കൊരു അർത്ഥം ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം ഉണ്ടായിരുന്നു ഒരു വശം. അല്ലാത്ത വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിക്ക് അത് അറിയാം. ഡൂഡ് അതിനകത്ത് പോയിട്ട് ജാസ്മിനോട് പുറത്തത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും ഇല്ലായിരുന്നുവെങ്കിൽ ആ വെല്ലുവിളിക്ക് ഒരു അർത്ഥം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ വോയിസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ സ്നേഹിച്ചിക്കാണെങ്കിലും ആർക്കാണെങ്കിലും എനിക്കാണെങ്കിൽ ഞാനടക്കമുള്ള ഡൂഡിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് എടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റും ആ വോയിസ് ഇട്ട ആളോട്. സോ വാട്ട്, ജാഫർ അങ്കിളിനെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് പോലും ഡൂഡ് അതിനകത്ത് പോയി പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ജാഫർ അങ്കിളിനോട് ഞാൻ പറയാമെന്ന് സമ്മതിക്കുകയും അത് അതിനകത്ത് പോയി പറയുകയും ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്ന സ്നേഹിച്ചിക്ക് അറിയാം, ഓൾറെഡി ആ കോൺവെർസേഷൻ കേട്ടൊരാൾക്ക് അറിയാം അങ്ങനെ കോൺവെർസേഷൻ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടെന്നും. ഇട്ടത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇട്ടോട്ടെ, അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ ആകും, പിന്നെ നോക്കാലോ നമുക്ക്, അങ്ങനെ ചിന്തിച്ചിട്ടാണോ എന്താണ്? ചിലപ്പം സ്നേഹിച്ച് ഇങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടാവാം. ഇനി അത് പുറത്ത് വന്നാൽ തന്നെ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്താണ് സമ്മതിച്ചു ആക്കും, ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തൂക്കിക്കൊല്ലാണെന്നും പോകുന്നൊന്നുമില്ലല്ലോ. ആ ഒരു ചിന്തയായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുന്നത്. പക്ഷേ ഞാൻ അന്നും ഇന്നും പറയുന്നു, ആ ഒരു വോയിസ് പുറത്ത് വന്ന സമയത്ത് അത് ഡൂഡിൻ്റെ ക്രെഡിബിലിറ്റീനെ അല്ലെങ്കിൽ ഡൂഡിൻ്റെ നിലപാടുകളെ വൻ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൂഡിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംസാരം അതിനകത്ത് പോയി കാണിച്ചതും. പക്ഷെ ഡൂഡ് ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫോൺ വിളി നടത്തിയിട്ടില്ലെങ്കിലും അത് അതിനകത്ത് പോയി പറയുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ തിരിച്ചടിക്കുമെന്ന് ഡൂഡ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഡൂഡിൻ്റെ തോട്ട് എങ്ങനെയാണ് പോയിട്ടുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോയി ജാസ്മിനോട് പുറത്ത് ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാരുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഡൗൺ ആവുകയും ഡൂഡിന് അവിടെ കളിക്കാൻ പറ്റുകയും ചെയ്യുമെന്നായിരിക്കാം വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ജാസ്മിൻ അതൊരു വിഷയമേ ആക്കിയെടുക്കാണ്ട് ബല്ലി ആ വോയിസ് പുറത്ത് വന്ന് അമ്മക്ക് എന്ത് മാങ്ങാത്തുലിയിടോ പിന്നെ എന്ന് പറഞ്ഞ് ഡൂഡിനെ തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഡൂഡിന് മനസ്സിലാണോ ഓക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു സാധനമായിരിക്കാം. അപ്പം ഈ ഒരു സാധനത്തിൽ അപ്പം ഡൂഡ് ഓൾറെഡി പിന്നെ പറയുന്നുണ്ട് അതൊരു 43 മിനിറ്റ് ഒന്നും അല്ല 8 മിനിറ്റോ അങ്ങനെ എന്തോ ആണുള്ളത് എന്നൊക്കെയുള്ള സാധനം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിവി ഹിയറിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ. പിന്നെ ഓൾറെഡി ഡൂഡ് പറഞ്ഞു ഡൂഡ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഡൂഡ് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് റെക്കോർഡിനെ കുറിച്ചിട്ടും ആ വോയിസിൽ എൻറ്റയർ 43 മിനിറ്റ്സ് എന്ന് ഒരാൾ പറയുന്നു, 8 മിനിറ്റോളം ഉണ്ടായിരുന്നു എന്ന് ഡൂഡ് പറയുന്നു. അപ്പോൾ അതിനുള്ളിലുള്ള എക്സ്പ്ലനേഷൻ തരാൻ ഡൂഡ് ഈസ് ഹിയർ. ഡൂഡ് ഓൾറെഡി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഡൂഡ് അഗെയിൻ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിനകത്ത് വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 100% ഇതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഡൂഡ് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടുന്നതായിരിക്കും. വിവി ഓൾറെഡി
വിവിൻ്റെ അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഡൂട്ടിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഉണ്ടാവാം, ഇല്ലാണ്ട് എന്തായാലും ഒരാൾ വന്നിരുന്ന് എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, ഞാനും ആ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡൂഡ് അങ്ങനെ ഒരു മണ്ടറൊന്നുമല്ല. അതൊക്കെ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. നാളെ തിരിച്ചടിക്കരുതെന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാൻ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ തന്നെ പറയാം. അതെന്തായാലും ഡൂഡ് അതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും തരും. പിന്നെ വിവി അതിനകത്ത് പറയുന്നുണ്ട് ബാക്കിയുള്ള ഒരു 8 മിനിറ്റിൽ പിന്നെ ഗബ്രീനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നുള്ളത്. അതേ കണക്കിൽ തന്നെ ജിതേഷ് ഏട്ടനെ, ജിത്തുബായിനെ എന്തൊക്കെയോ ജാഫർ അങ്കിൾ പറയുന്നുണ്ട്, ബാക്കിലിരിക്കുന്ന ആളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡൂഡും അതിനനുസരിച്ച് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ മനസ്സിലാക്കൽ എത്രത്തോളം ശരിയാണ്, എനിക്ക് മനസ്സിലാക്കലും ഇപ്പോൾ കുറച്ച് പിന്നെ ക്വസ്റ്റ്യൻ മാർക്കുകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയത് എവിടെയെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡൂഡിന് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഡൂഡ് വളരെ ഹൈപ്പറായിട്ടാണ് സംസാരിക്കാറുള്ളത്. ഡൂഡിന് അത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമല്ല, നല്ല രീതിയിൽ തന്നെ തിരിച്ചും പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾ വിടുന്നതിന് പ്രശ്നമൊന്നുമില്ല ഡൂഡെ, കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചിട്ട് ഒരാൾ പറയുന്ന സമയത്ത് തിരിച്ച് ഫയർ ആവുന്നത് ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, ഇതിനൊക്കെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും എന്തായാലും പുറത്തു വരും. അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന അത് എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ക്വസ്റ്റ്യൻ അല്ല, അതിനുള്ള ആൻസറും ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഇട്ടൊരു ആൻസർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹിച്ച് ചിലപ്പം അത് പുറത്ത് വന്നാലും വലിയ പ്രശ്നം. പുറത്ത് വന്നത് കഴിഞ്ഞില്ലേ, ആ ഒരു വോയിസ് എന്നുള്ള സാധനം കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഇതിന് വലിയ മലമറിയാനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം സ്നേഹിച്ച് അങ്ങനെ ഒരു സാധനം ചെയ്തത്, അറിഞ്ഞുകൊണ്ട്. കാരണം ആ ഒരു കോൺവെർസേഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു, ലൈക്ക് ആ ഒരു കോൺവെർസേഷനിൽ സമയത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സാധനം, ഇവരെല്ലാം സ്നേഹിച്ച് എന്തായാലും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് നോക്കാം. സീക്രട്ട് ഏജൻറ്റ് വന്നിട്ട് എന്താണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന, വോയിസിൻ്റെ കാര്യങ്ങളും ബാക്കി എന്താണ് ആ 8 മിനിറ്റ് എന്തായിരുന്നു സംസാരിച്ചതെന്നുള്ളതും കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിന്നും പലർക്കും ഞാൻ പഠിച്ച പാഠം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റി. ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. ലൈഫിലൊക്കെ ഓരോ ലെസൺസ് ആണല്ലോ അല്ലേ.